കാര്യം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് AICC ആസ്ഥാനത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ ഇന്നുണ്ടാകുമെന്ന സൂചന വരികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണുകളും ഇന്ന് രാഹുൽ ഗാന്ധിയിലാണ്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് ഇന്ന് പൊട്ടുമോ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്ന് ഹൈഡ്രജൻ ബോംബ് പൊട്ടിയേക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് AICCയുടെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ്. രാവിലെ 10 മണിയോടുകൂടി ഇവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഉണ്ടാവുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയുള്ള കൂടുതൽ തെളിവുകൾ, പുതിയ ആരോപണങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ഈ കർണാടകയിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ക്രമക്കേടുകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ അനധികൃതമായി ഉൾപ്പെടുത്തിയ ഏതാണ്ട് ആളുകൾ, അതിൽ ഈ 6.5 ലക്ഷം വോട്ടുകൾ ഈ മഹാദേവപുരത്തിലുണ്ട് എന്നും ആ മേഖലയിലെ ആ മണ്ഡലത്തിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ടുകൾ കള്ള വോട്ടുകളാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തെളിവുകൾ നിരത്തി ഈ AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് ആറ്റം ബോംബ് പൊട്ടിച്ചത് ഈ AICC ആസ്ഥാനത്ത് വെച്ചായിരുന്നു. ഇന്നിതാ ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ബീഹാറിലെ വോട്ടറധികാർ യാത്രയുടെ സമാപന ദിവസമാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. ആറ്റം ബോംബ് എന്താണ് എന്ന് നിങ്ങൾ അന്ന് കണ്ടുവല്ലോ, അത് ഞാൻ അന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ വലിയൊരു ബോംബുണ്ട്, അതാണ് ഹൈഡ്രജൻ ബോംബ്. അതെന്താണ് എന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. അത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്നോളൂ എന്നാണ് BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ രാഹുൽ ഗാന്ധി അന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് ഹൈഡ്രജൻ ബോംബിന്റെ പണിപ്പുരയിലാണ് താനെന്നും അധികം വൈകാതെ തന്നെ താനത് പൊട്ടിക്കുമെന്നും ഒക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിതാ ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഞാൻ നിൽക്കുന്ന ഈ AICC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലാണ് ആ വാർത്താ സമ്മേളനം ഉണ്ടാവുക. അല്പസമയത്തിനകം തന്നെ നേതാക്കളൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് വിശദമായി തന്നെ അദ്ദേഹം കഴിഞ്ഞ പ്രസ് മീറ്റിനൊക്കെ തന്നെ വളരെ വിശദമായി ഡിജിറ്റൽ രേഖകളൊക്കെ കാണിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നും സമാനമായി തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കോൺഗ്രസ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ മണ്ഡലത്തിൽ പിന്നിലായിരുന്നു. പക്ഷെ പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം മുന്നിലേക്ക് എത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ വാരണാസി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ആരോപണങ്ങൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. ഏതാണെങ്കിലും രാജ്യം ഇന്ന് ഉറ്റുനോക്കുന്നത് എന്തായിരിക്കും ആ ഹൈഡ്രജൻ ബോംബ്, അതിന്ന് പൊട്ടുമോ എന്നുള്ളത് തന്നെയായിരിക്കും. താങ്ക് യു വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.